ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് സർ. അതുപോലെ നമ്മളെല്ലാ ബുധനാഴ്ചകളിലും റവന്യൂ സംബന്ധമായ ക്ലാസ്സുകളായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് റവന്യൂ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനേഴ്സിന് എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് എന്തൊക്കെയോ തിരക്കാണ്. അതുകൊണ്ട് തൽക്കാലം ആ ഡ്യൂട്ടി ഞാനങ്ങ് ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസിനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് അത്? ലൈഫ് പൊസിഷൻ എന്നാണ് അതിൻ്റെ പേര്. ലൈഫ് പൊസിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴുള്ള ആ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത്, ലൈഫിൻ്റെ തലം എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള രീതി. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ പല പ്രാവശ്യം ഈ ലൈഫ് പൊസിഷനിലൂടെ അറിഞ്ഞ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ട്രാൻസാക്ഷൻ അനാലിസിന് ഒത്തിരി പില്ലേഴ്സ് ഉണ്ട്. അതിൽ ഒരു പില്ലർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയും. സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിന്റെ 3 ഈഗോ സ്റ്റേറ്റുകളെ അറിയുക. പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറയുന്ന 3 ഈഗോ സ്റ്റേറ്റുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഈഗോ സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക. അതനുസരിച്ച് നമ്മളിലേക്ക് തന്നെ ഒരു ഇൻവേർഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുക. ഒരു അവയർനെസ്സിലൂടെ നമ്മളെ ചേഞ്ച് വരുത്തുക. അതാണ് ഒരു പില്ലർ എന്ന് പറയുന്നത്. മറ്റൊരു പില്ലർ എന്ന് വെച്ചാൽ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ക്ലയന്റിനോട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഏത് രീതിയിലാണ് ആ ട്രാൻസാക്ഷൻ നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് എങ്ങനെ കൊടുക്കാം എന്നുവെച്ചാൽ അംഗീകാരം കൊടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം. നമ്മൾ പരസ്പരം ഇന്നിപ്പോൾ തുടക്കത്തിലെ പറഞ്ഞതെല്ലാം അംഗീകാരത്തിന്റെ ഒരു വേലിയേറ്റമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ ഒരു പോസിറ്റീവ്നെസ് വരും. അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു എന്തുകൊണ്ട് ഞാനിത് നടത്തണം, ഈ പ്രോഗ്രാം എന്തുകൊണ്ട് നമ്മളിങ്ങനെ നടത്തണം. തീർച്ചയായിട്ടും അതൊരു സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ്. അപ്പോൾ അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അത് സ്ട്രോക്ക് അല്ലെങ്കിൽ അപ്രീസിയേഷൻ, അംഗീകാരം എന്ന് പറയും. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റീവ് ബിഹേവിയർ ആണ്. പിന്നെ ഒരു തലം എന്ന് പറയുന്നത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ പൊസിഷൻ, നമ്മുടെ ലൈഫിന്റെ ആ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജോഹാരി വിൻഡോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈഫ് പൊസിഷനിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തി നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടായി വരും. ഒരു നല്ല സെൽഫ് അവയർനെസ് നമ്മളിലേക്ക് കടന്നു വരും, തിരിച്ചറിവുണ്ടാവും. അങ്ങനെ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്കും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസെയും, അത് സംസാരം മാത്രമല്ല നമ്മുടെ ഗസ്റ്ററും പോസ്റ്ററും ആയിട്ടുള്ള എല്ലാ തലങ്ങളെയും നമുക്ക് ഒരു പരിധിയിലധികം നിയന്ത്രിക്കാൻ പറ്റും. ഈ ഒരു രീതിയാണ് നമ്മൾ ലൈഫ് പൊസിഷൻ പറയുന്നത്. ഈ സിസ്റ്റം പറയുമ്പോൾ 4 തരത്തിലുള്ള ലൈഫ് പൊസിഷനാണുള്ളത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മളെ പ്രദർശിപ്പിക്കുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നൊക്കെ ഇതിന്റെ അർത്ഥം വരാം. ഇതിനകത്ത് ക്യാരക്ടറുണ്ട്, നമ്മുടെ ബിഹേവിയർ ഉണ്ട്, നമ്മുടെ ഗസ്റ്റർ ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, അതുപോലെ നമ്മുടെ ടോൺ ഓഫ് വോയിസ്, എല്ലാ തലത്തിലുമുള്ള നമ്മുടെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത്, ഹാപ്പി ആണോ സോറോ ആണോ, അങ്ങനെയുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതാണ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് പൊസിഷന് 4 തലത്തിലുള്ള ഡയഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ 4 ക്വാഡ്രന്റുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ ഡയഗ്രത്തിന് 4 ക്വാഡ്രന്റായിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ പറയുന്ന ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. എപ്പോഴും ഞാനും ഓക്കെയാണ്, എപ്പോഴും എൻ്റെ മുന്നിലുള്ള വ്യക്തിയും ഓക്കെ ആണെന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയാൽ അതൊരു പരിധി വരെ നമുക്ക് പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയാം. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ ചിന്താശക്തിയും അവൻ്റെ ജീവിത രീതിയും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ഓക്കെ ആവും, പക്ഷെ നമ്മുടെ സറൗണ്ടിങ്സ് ഓക്കെ ആകത്തില്ല. അപ്പൊ അതനുസരിച്ചുള്ള ഇമോഷൻസിലൂടെയും ആ പെയിനിലൂടെ നമ്മൾ കടന്നു പോയിട്ട് വരും. ഇനി ചില സമയങ്ങളിൽ നമ്മൾ ഒട്ടും ഓക്കെ ആകുന്നില്ല,
ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകും. ഇപ്പൊ ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യം. അപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. അപ്പൊ ഈ രണ്ട് തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ മാനസികാവസ്ഥ എന്താണ്, എന്നോട് ചേർന്ന് വരുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്, ഇങ്ങനെ രണ്ട് രീതിയിൽ ഇങ്ങനെ ചെയ്യും. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ മൈസെൽഫ് എന്താണ്, അല്ലെങ്കിൽ യുവർ സെൽഫ് എന്താണ്, ഈ രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ ആദ്യത്തിൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. രണ്ടാമത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. രണ്ടാമത്തെ തലമാണ്. ഞാൻ ഓക്കെ അല്ല, പക്ഷെ നിങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റും. ഞാൻ ഓക്കെ അല്ല, നിങ്ങൾ എല്ലാവരും ഓക്കെ ആന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കുറേ വികാരങ്ങൾ, ഞാനിങ്ങനെ ആയല്ലോ, എനിക്കിങ്ങനെ ആയല്ലോ എന്നൊക്കെ തോന്നുന്ന ഒത്തിരി പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒത്തിരി വികാരങ്ങളോട് നമുക്ക് കടന്നു പോകും. ശരിക്കും ഒരു ആഗണി സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സംഭവിക്കാം. ഒരുപക്ഷെ മുന്നോട്ടുള്ള ഒരു പ്രശ്നത്തെ പ്രതിയാകാം, അല്ലെങ്കിൽ പിന്നിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ബേസ് ചെയ്താകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ബേസ് ചെയ്താകാം. ഐ ആം ഓക്കെ, യു ആർ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട്. ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ഓക്കെ. പൊതുവെ നമ്മളെല്ലാവരും തന്നെ നിൽക്കുന്ന ഒരു പൊസിഷൻ അതാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളൊന്നും പോരാ. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നു, ക്ലാസ്സിൽ നമ്മളിങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു, ആരും വരുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ പൊസിഷൻ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല, നിങ്ങൾ എന്താ താല്പര്യമില്ലാത്തവരാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു തരം. അപ്പൊ അധികവും നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു 70% ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു പൊസിഷനായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു അപകർഷതാബോധമോ, നമ്മള് ഉന്നത ശ്രേണിയിലാണെങ്കിലും ചുറ്റുമുള്ളവർ അങ്ങനെ ആകുന്നില്ല, അപ്പൊ അവരെ നമ്മൾ എങ്ങനെ കരുതണം, അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെയുള്ള പലതര തോട്ട് പ്രോസസ്സുകൾ നമ്മൾ കടന്നു പോകും. ഇതിലെല്ലാത്തിനും ആധികാരികമായ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് തന്നെയാണ്. തോട്ട്സിലൂടെ തന്നെയാണ് ഈ പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഫൈനൽ പൊസിഷൻ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ, രണ്ടുപേരും ഹതഭാഗ്യർ, എന്റെ കാര്യവും നിങ്ങളുടെ കാര്യവും ഒരുപോലെയായി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള പൊസിഷൻസ് ആണ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്താൽ ഇതേ സെയിം തന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇതിന് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷൻ ക്വാഡ്രന്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിന് ക്വാഡ്രന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ പറയുന്ന പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, അതൊരു ഹെൽത്തി പൊസിഷനാണ്. വേറെ രീതി പറഞ്ഞാൽ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും ജയിക്കും, മറ്റുള്ളവരും ജയിക്കും, രണ്ടുപേരും ഒത്തുപോവുക, രണ്ടുപേരെയും ഒരേപോലെ പോകാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കും. സോ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ദാറ്റ് മീൻസ് ഹെൽത്തി പൊസിഷൻ, വിൻ വിൻ. നമ്മൾ മാത്രമല്ല, നമ്മളോടുകൂടി മറ്റുള്ളവരും ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം തുറന്നു വരിക. ഒരു നല്ല മനോഭാവം, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് എപ്പോഴും ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടാകും. ഇല്ലേ, ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അതങ്ങനെ നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അപ്പൊ അതിന് പറയുന്ന വൺ ഡൗൺ പൊസിഷൻ എന്നാണ്. ദ വൺ ഡൗൺ പൊസിഷൻ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒപ്പം എത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഒരു ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലേക്കോ കടന്നു പോകാനുള്ള ഒരു കാരണം ഇതാണ്. എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ രണ്ടുപേർ കൂടി നടക്കാൻ പോകുമ്പോൾ ഒരാളുടെ സ്പീഡിൽ മറ്റേയാൾ എത്താതെ വരുമ്പോഴത്തേക്കും ആ കണക്ടിവിറ്റി പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കുന്നതാണ് ഐ ആം നോട്ട് ഓക്കെ, എനിക്ക് പറ്റുന്നില്ല. കാരണങ്ങൾ പലതായിരിക്കും. ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. അപ്പൊ ഇത് നമ്മളിലേക്ക് സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ നിർബന്ധം പിടിക്കുകയാണ്, അയാളുടെ കൂടെ തന്നെ നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു, എന്നാൽ നമുക്കൊട്ട് പറ്റുന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു റീതിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. പലപ്പോഴും വിവാഹമൊക്കെ കഴിക്കുമ്പോൾ, വിവാഹമൊക്കെ നിശ്ചയിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറ്റുന്നവരെ നോക്കാവുള്ളൂ. വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരാവുന്ന ഒരു പ്രശ്നമല്ല, പക്ഷെ അതിനുശേഷം പലപ്പോഴും നമ്മൾ അറിയാതെ ഒരു ഇഷ്യൂയിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഓക്കെ അല്ല, പക്ഷെ എൻ്റെ മറ്റേ പാട്ട് വളരെ കണ്ടീഷൻ. അപ്പൊ അത് പലപ്പോഴും നമുക്ക് ബാലൻസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ തലം വെച്ചാൽ
ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് വൺ അപ്പ് പൊസിഷൻ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്വല്പം ഡൊമീനിയറിംഗ് ആണ്, ഡോമിനേറ്റ് ചെയ്യുന്നത്, ഒരു ബോസി നേച്ചറാണെന്നൊക്കെ പറയാം. പക്ഷെ ഇതെപ്പോഴും നല്ലൊരു നേച്ചറാണ്. കാരണം നമ്മളുടെ കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് നമുക്ക് അങ്ങനെയാകാൻ. എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്തെ പ്രതിയായിരിക്കും ഐ ആം ഓക്കെ എന്ന് പറയുന്നത്. ഈ ഐ ആം ഓക്കെ എന്ന് പറയുന്ന ആ പോയിന്റ് അത്രമാത്രം നമുക്ക് ഓപ്പൺനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐ ആം ഓക്കെ, യു ആർ ഓക്കെയിലേക്ക് എത്തും. അവിടെ സ്വല്പമെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്യും. മറ്റുള്ളവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷൻ പോരാ, അല്ലെങ്കിൽ നമ്മളുടെ ആ സ്റ്റാറ്റസിനൊത്ത് വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വൺ അപ്പ് പൊസിഷൻ. രണ്ടാമത്തത് ഐ ആം ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. രണ്ടുപേരുമില്ല. ദാറ്റ്സ് ഹോപ്പ്ലെസ് പൊസിഷനാണ്. ഹോപ്പ്ലെസ് പൊസിഷൻ എന്ന് വെച്ചാൽ ഈ മരണത്തില് ആത്മഹത്യയല്ല, ഹോമിസൈഡ് എന്നൊക്കെ പറയും. ഒരു ദുരന്തം ഉണ്ടായിക്കൊണ്ട് കുറെ ആളുകൾ ഒന്നിച്ച് മരിക്കുന്ന ഒരവസ്ഥ. ഞാനും ജീവിക്കണം, നിങ്ങളും ജീവിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന. സോ ഐ ആം നോട്ട് ഓക്കെ. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ലൈഫ് പൊസിഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഓരോ ലൈഫ് പൊസിഷനെയും പ്രത്യേകതകളൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഒന്ന് നോക്കാം. ബിഹേവിയറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷൻ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദർ ഇസ് ആൻ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കാര്യങ്ങളെ വളരെ കാര്യഗൗരവത്തോടെ, യാഥാർത്ഥ്യ ബോധത്തോടെ, ഒരു സെൽഫ് റിലയൻസ് കൂടെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നല്ല ഒരു ലോജിക്കൽ മൈൻഡ് ആയിരിക്കും. കാര്യങ്ങളെ തീരുമാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളെ കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ മനസ്സിലായിക്കൊണ്ട്. അപ്പൊ അതിന് കുറെ ബേസിക് ക്വാളിറ്റീസ് ഉണ്ട്, കുറെ ആട്രിബ്യൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബിഹേവിയറുകാരന്റെ ചില പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. എവിടേക്കാണ് നമുക്ക് ലാക്ക് ആവും? നമ്മൾ സെൽഫ് അവയർനെസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ പ്രോബ്ലം എവിടെയാണ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു വ്യക്തി ഇടിച്ചു കയറി വരുന്നത്, അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരുന്നത് എന്തുകൊണ്ട്? അപ്പൊ സെൽഫ് റെസ്പെക്ടിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ സെൽഫ് റെസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ റീസ്പെക്ടിങ് എന്നാണ്. ആ റെസ്പെക്ടിങ് എന്നുള്ള വാക്കിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്ന റീസ്പെക്ടിങ്. സ്പെക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. വീണ്ടും 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 കാണുക, വീണ്ടും വീണ്ടും കണ്ട് നമ്മളുടെ ആ തലം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നുവെച്ചാൽ ഹൂ ആം ഐ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അവയർനെസ്സിന്റെ ഏറ്റവും ടോപ്പ് ഡിഗ്രിയാണ് സെൽഫ് റെസ്പെക്ട്. സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള റെസ്പെക്ട് ചെയ്യാൻ സാധിക്കും. സെൽഫ് റെസ്പെക്ട് ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എൻ്റെ റിസോഴ്സ് എന്തൊക്കെയാണ്, എൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മാറുക. എവിടെയാണ് നമുക്ക് ഷോർട്ട് ഫോൾ ഉണ്ടാകുന്നത്, ലാക്കിങ് എവിടെയാണ്? മേക്ക് ഗുഡ് ഇംപ്രഷൻ. നമുക്ക് ഒരു ഇംപ്രഷൻ, നമ്മൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ഒരു ഗുഡ് ഇംപ്രഷനാണ്. അത് നമുക്ക് മാത്രമല്ല, അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഗുഡ് ഇംപ്രഷൻ. ദെൻ എബിലിറ്റി ടു ഗീവ് ഓർഡേഴ്സ്. ഈ ഓർഡേഴ്സിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം. ഒരു ഓർഡർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ഗൈഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഓർഡർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ എന്ത് പറ്റും, പിന്നെ നമ്മളോട് ആരും ഉപദേശം ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ പറയുന്ന കാര്യം അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അതൊരു ഓതന്റിക് ആയിരിക്കും. സോ ഏബിൾ ടു ഗീവ് ഓർഡേഴ്സ്. അപ്പൊ ഇതിനു വേണ്ടി കുറെ സമയം എടുക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, സമയം കണ്ടെത്തണം. ചിലപ്പോൾ നല്ലൊരു ബ്രീത്തിങ് പവർ വേണം, കൗണ്ട് ചെയ്യണം, കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് പോകണം. അപ്പൊ നമ്മളൊരു അൺയൂഷ്വൽ ബിഹേവിയറിലാണെങ്കിൽ, ഒരു ദേഷ്യത്തിന്റെ ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ ദേഷ്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ താഴോട്ട് കൗണ്ട് ചെയ്യുക. 10 മുതൽ 0 വരെ കൗണ്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ബ്രീത്തിങ് ഇതെല്ലാം പൊസിഷൻ മാറിയിരിക്കും. ഒറ്റവാക്കി പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്യും, ജസ്റ്റ് ഡൈവേർട്ട് ചെയ്യും. ഇൻഡിപെൻഡന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഏതൊക്കെ കാര്യങ്ങൾ ഒരിക്കലും ഡിപെൻഡന്റ് ആയിട്ട് തീരുമാനം എടുക്കാം. ചേട്ടാ ക്ലിയറായിട്ട് പറഞ്ഞാൽ ആരൊക്കെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. ഇതാണ് അതിന്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ആരൊക്കെയാണ് അനുസരിക്കുന്നത്? എന്നെ എത്ര പേര് അനുസരിക്കും? എന്റെ അണികൾ അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകൾ എന്നെ എത്ര പേര്, അല്ലെങ്കിൽ എത്ര പേര് എന്നെ വിശ്വാസത്തിലെടുക്കും?
സോ അവിടെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ആണ്. എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുമ്പോഴാണ് എന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും ചേർന്ന് നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ക്യാൻ ബി സ്ട്രിക്റ്റ് ഇഫ് നെസസറി. ആവശ്യമുള്ളപ്പോൾ സ്ട്രിക്റ്റ് ആയി നിൽക്കാനുള്ള ഒരു നമ്മളെ അസർട്ടീവ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. യെസും നോയും കൃത്യമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി. സ്ട്രിക്റ്റ് ആകേണ്ടിടത്തൊക്കെ സ്ട്രിക്റ്റ് ആകുക, യെസും നോയും പറയാൻ മറക്കരുത്. ദെൻ ഫെയിം ബട്ട് ജസ്റ്റ്. ഡിസിഷൻസ് ഫെയിം ആയിരിക്കണം, പക്ഷെ അത് ജസ്റ്റിഫൈഡ് ആയിരിക്കും, ജസ്റ്റിഫൈഡ് ആയിരിക്കും എന്നുള്ള ഒരു തലം. അത് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു വിലയുണ്ടാകും. ദെൻ അപ്രിഷിയേറ്റ്. നമ്മുടെ സ്റ്റോക്ക് പാറ്റേൺ പറഞ്ഞ പോലെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇനി തെറ്റുകളുണ്ടെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു നല്ല ഒരു ട്രയൽ ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യം ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. എന്നിട്ട് ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് പറയുക. ഇനി ഇങ്ങനെ പറയുന്ന ഒരാളോട് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കും, ഞാൻ എക്സസൈസ് ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റുന്ന വിധേയത്വമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഞാൻ എടുത്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ദെൻ മീൻ കോഓപ്പറേറ്റീവ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോഓപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഫ്രണ്ട്ലി ആണ് അല്ലേ? നമ്മൾ പലപ്പോഴും ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാണ് പലരും നമ്മളോട് വന്ന് പല ഉപദേശങ്ങളും ചോദിക്കാത്തത്. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പറഞ്ഞ പോലെ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോമിനന്റ് ആയി, ബോസി ആയി കഴിഞ്ഞാൽ പലർക്കും നമ്മുടെ അടുത്ത് വന്ന ഒരു ഫ്രണ്ട്ലി ടോക്കിന് പോലും പറ്റത്തില്ല. ആ പുള്ളി അത്ര ശരിയല്ലെന്ന് പറയും. ഫ്രണ്ട്ലി. ദെൻ അഫെക്ഷനേറ്റ്. അത് അകത്ത് മാത്രമല്ല പുറത്തും. അഫെക്ഷനേറ്റ് അകത്ത് മാത്രമല്ല പുറത്തും അഫെക്ഷനേറ്റ് കാണിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. തീർച്ചയായും ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. എങ്കിലും കുറെ വാക്കുകൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇതൊക്കെയാണ് ഐ എം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷനിൽ അടൽ. ഇനി നമ്മൾ മറ്റൊരു തലവും നോക്കാതെ ഈ ഒരു തലത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും നമ്മുടെ ലൈഫ് പൊസിഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഐ ആം നോട്ട് ഓക്കെയുടെ പൊസിഷനിലേക്ക് പോകുന്നത്? എന്തിനാണ് മറ്റൊരാൾ ഓക്കെ ആണെന്ന പൊസിഷനിലേക്ക് നമ്മൾ നോക്കുന്നത്? ഈ ഒരൊറ്റ പൊസിഷനിൽ നിന്ന് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റും. എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 2, 4, 6, 8, 10, 11 പോയിന്റ് ഉണ്ട്. ഈ 11 പോയിന്റ് എത്ര പോയിന്റ് അല്ലെങ്കിൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള വിലയിരുത്തലാണ് സെൽഫ് അവയർനെസിന്റെ മെയിൻ ഉദ്ദേശം. അപ്പൊ ഈ ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചോദിക്കും, നമ്മൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയെന്ന് പറയും. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളോട് ആ കക്ഷി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് മാർക്കിട്ട് കറക്റ്റ് മാർക്കിങ് തരും എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് നമ്മളെ തന്നെ മാർക്കിടാൻ പറ്റുന്ന ഒരവസ്ഥയാണ് സെൽഫ് അവയർനെസ്. ഇപ്പൊ നമ്മുടെ ലൈഫ് പൊസിഷന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ലാക്കിങ് എന്ന് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മളുടെ പ്രത്യേകത, നമ്മുടെ ബുദ്ധി ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഏരിയ. അപ്പൊ ഈ ഏരിയയിൽ നമുക്ക് എത്ര സ്കോറുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു. ഇതുപോലെ ഒത്തിരി പോയിന്റ്സ് കൊണ്ട് ഇനിയും കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എത്ര പോയിന്റ് ആഡ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ക്ലാരിറ്റി കൂടുതൽ. ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റില് ഫ്രണ്ട്ലി അല്ലായിരുന്നു നിങ്ങൾ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമുക്ക് അത് അപ്പോഴേ ഫീൽ ചെയ്തു, നിങ്ങൾ ഫ്രണ്ട്ലി അല്ലായിരുന്നു. എനിക്ക് എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് യു ആർ നോട്ട് ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി അല്ല എന്ന് പറയുമ്പോഴത്തേക്കും കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ മറ്റേ വൺ അപ്പ് പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നു എന്ന് നമ്മൾ പോലും അറിയാതെ വരും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ എം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ ഓക്കെ അല്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും ഓക്കെയാണ്. അവിടെ നമ്മൾ പറയുന്നത് റെക്കഗ്നൈസ്ഡ് ബൈ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഡിപ്രഷൻ, പവർലെസ്നെസ് ആൻഡ് ഇൻഫീരിയോറിറ്റി. ഐ ആം നോട്ട് ഓക്കെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പുറത്തു വരും. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഡിപ്രഷൻ ആകാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആകാം, പിന്നെ വെരി ആങ്സൈറ്റി ഉണ്ടാകാം. പിന്നെ പറയുന്നത് ടച്ചിങ് ആൻഡ് ഈസിലി ഹർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. ചുമ്മാ ടച്ചിങ് ആവും, അൺനെസസറി ആയിട്ട് അതിനൊക്കെ തിങ്ക് ചെയ്യും, പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തും. അങ്ങനെ ആ ഒരു സ്ട്രെസ്സും കൂടെ കിരിയും. ഈസിലി ഹർട്ട്. അപ്പൊ ഐ ആം നോട്ട് ഓക്കെ എന്നുള്ള എക്സ്പ്രഷൻ പലപ്പോഴും നമ്മൾ പുറത്തു പോലും കാണിക്കാറില്ല. ഈ എക്സ്പ്രഷൻ നമ്മൾ ഇന്നർ സൈഡിൽ കുഴിച്ചിട്ടിരിക്കുമായിരിക്കും, പക്ഷെ അതിലേക്ക് ഈ ഫീലിങ്സ് എല്ലാം കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നു. ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഇനി ഈവൻ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ എൻ്റെ ആക്ടിവിറ്റി ഇതായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വേർഷൻ ഇതാണെന്ന് പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി പോലും നമുക്കില്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ മാറി.
സോ ദാറ്റ് ഇസ് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. വെരി റെസ്പെക്ട്ഫുൾ അതോറിറ്റി, അതോറിറ്റിയെ അംഗീകരിക്കുന്നവർ. ഇതെന്താണ് ഈ അതോറിറ്റി അംഗീകരിക്കുന്നത്? ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നിയമങ്ങൾ അംഗീകരിക്കുക, ശരിയാണ്. നിയമങ്ങൾ കൂടുതൽ ആധികാരികം കൊടുക്കുക. നമ്മളുടെ ആ നിയമങ്ങൾ നമ്മളിൽ ഉള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് തിരിച്ചറിയാതെ കൂടുതൽ അതോറിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു കാര്യം, ഒരു തീരുമാനം വന്നു, ഒരു നിയമമുണ്ട്, ആ നിയമത്തെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാവുകയാണ്. ചില സമയത്ത് നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, ചില നിയമങ്ങൾക്ക് വയലേറ്റ് ചെയ്യപ്പെടാം, കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾക്ക് വയലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഇല്ലാതെ വരും. അപ്പൊ അതോറിറ്റിയെ കൂടുതൽ ആശ്രയിക്കുക. ചില അസുഖങ്ങൾക്ക് ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കാത്തവർ, ഡോക്ടറെ കണ്ടു മാത്രമേ കഴിക്കത്തുള്ളൂ. ഭയങ്കര അതോറിറ്റേറ്റീവാണ്, സംശയമാണ്, പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേച്ചർ. പാസീവാണ്, ഒന്നും ആക്റ്റീവായിട്ട് എടുക്കത്തില്ല. ഓൾറെഡി എന്തുണ്ടോ അതിൽ കൂടെ അങ്ങ് പോകും. പുതിയതായിട്ട് റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യം കാണുന്നു. അഗ്രസീവാണ്. ഐ എം നോട്ട് ഓക്കെ. അഗ്രസീവ്നെസ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവാണ്, പലപ്പോഴും ഇത് പുറത്ത് കാണിക്കണമെന്നില്ല. ഒരു അഗ്രസീവ് നേച്ചർ ഉണ്ട്, പക്ഷെ ആ നേച്ചർ മിക്കവാറും നമ്മുടെ ഇന്നർ സൈഡിലായിരിക്കും. ഒരു ഇന്നർ സെൽഫിനാണ് അതിന്റെ പ്രോബ്ലം. ഇന്നർ സെൽഫിന് അങ്ങനത്തെ സബ്മിസീവ് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ശാരീരികമായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തേക്ക് അത് ഒത്തിരി ബാധിക്കും. ഒരു ടെൻഡൻസിയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബിഹേവിയർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ഇവിടെയും നമ്മൾ ഓക്കെയാണ്. നമ്മൾ ഓക്കെ ആവുന്ന രണ്ട് പൊസിഷൻസ് ആണിത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ പൊസിഷൻ നമ്മളെ സംബന്ധിച്ചോളം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഏരിയ. പലപ്പോഴും ഈ രണ്ട് പൊസിഷനിലാണ് നമ്മൾ പോകുന്നത്. ചുരുക്കം ചില സമയങ്ങളിൽ നമ്മൾ ഓക്കെ അല്ലാത്ത പൊസിഷനിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ കൂടുതൽ സമയവും ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള, ട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഒരു നമ്മൾ പറയും ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. അയാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്, ഇപ്പോഴാണ് എനിക്ക് ഇയാളെ മനസ്സിലായത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തരം. ക്യാൻ കംപ്ലൈൻ, മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥകളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യും. നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു തലമാണ്. ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണ്, പക്ഷെ ബാക്കിയുള്ളവരാകുന്നു. സോ ഐ ക്യാൻ കംപ്ലൈൻ. ഇവിടെയും ഇൻഡിപെൻഡൻസ് ഉണ്ട്. കാരണം ഐ ആം ഓക്കെ പൊസിഷൻ എല്ലാം ഒരു ഇൻഡിപെൻഡന്റ് നേച്ചറാണ്. പക്ഷെ ഈ ഇൻഡിപെൻഡന്റ് നേച്ചർ പലപ്പോഴും നമ്മളെ മാത്രമാണ് സ്പർശിക്കുന്നത്. നമ്മുടെ അടുത്ത കൗണ്ടർ പാർട്ടിന് ഈ നേച്ചർ ഗുണകരമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഐ എം ഓക്കെ, യു ആർ ഓക്കെയിലും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. പക്ഷെ അവിടെ രണ്ട് സൈഡും ഓക്കെ. നമ്മുടെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ബോത്ത് സൈഡ് ഡബിൾ സൈഡഡ് ആണ്. പക്ഷെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ പലപ്പോഴും മറ്റുള്ളവരെ അത് സഫർ ചെയ്യാനുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും. ഞാൻ അല്ലെ വൺ അപ്പ് പൊസിഷനാണ് നമ്മൾ നിൽക്കുന്നത്, സ്വല്പം കൂടെ എലൈറ്റഡ് ആണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് വരും. സോ ഡിഫറെന്റ് ടു അതേഴ്സ്. ദാറ്റ് ക്യാൻ ബി സ്ട്രിക്റ്റ് ഇഫ് നെസസറി. ഇത് ഐ എം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷനാണ്. ക്യാൻ ബി സ്ട്രിക്റ്റ് ഇഫ് നെസസറി. ഈ ക്യാൻ ബി സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അവിടെയാണ് പ്രോബ്ലം. എൻ്റെ ആ ബിലീഫ് അനുസരിച്ചാണ് ക്യാൻ ബി സ്ട്രിക്റ്റ് എന്ന് തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടെങ്കിലും ഞാൻ സ്ട്രിക്റ്റ് ആകാനുള്ള, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇതാണ്, നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു തലം. മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു താല്പര്യം പോലും എടുക്കാതെ ക്യാൻ ബി സ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു തലം. പോസിറ്റീവാണ്, പക്ഷെ പ്രശ്നമുണ്ട്. ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കോമൺ നേച്ചർ അതാണ്. എപ്പോഴും ഒരു ക്രിറ്റിസിസം ഉണ്ട്, ക്രിട്ടിക്കൽ ഓഫ് അതേഴ്സ്. ബിസിനസ് ലൈക്ക്, സാധാരണ ഒരു ബിസിനസ് അപ്രോച്ച് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഓണർ സെന്റേഡ് ആണ്. മുതലാളിക്ക് ഗുണം കിട്ടുന്ന കാര്യം മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഐ ആം ഓക്കെ ബട്ട് അതേഴ്സ് ആർ ഓക്കെ. എനിക്ക് പൈസ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് കൂടുതൽ പണം കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്കാണ് ബിസിനസ് ലൈഫ്. ഹാർഡ് ടു ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും ഒരു വൺ അപ്പ് പൊസിഷനാണ്. എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ടോപ്പിൽ, നമ്മളെക്കാളും ഉയരത്തിലുള്ളവരെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ല. അതൊരു കോമൺ ഇംപ്രസിംഗ് നേച്ചർ ഇല്ല. ഓൾവേസ് ഗിവ് അഡ്വൈസ്, അതൊരു കോമൺ നേച്ചറാണ് അല്ലേ? എപ്പോഴും ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഒരു എലൈറ്റ് ക്വാളിറ്റി, ഒരു സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ഓൾവേസ് ഗിവ് അഡ്വൈസ്. ദെൻ ബോസി നേച്ചർ എപ്പോഴാണ് ബോസി നേച്ചറാണ്, ഡോമിനേറ്റിംഗ് ആണ്. ദെൻ ഇംപേഷ്യൻസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ മിസ്റ്റേക്കിനെ ബേസ് ചെയ്ത് എപ്പോഴും ഇംപേഷ്യൻ്റ് ആയിട്ട് നിൽക്കുക. ഒരു ക്ഷമയില്ലാത്ത അവസ്ഥ, പേഷ്യൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. അപ്പൊ ഇതെല്ലാം അങ്ങനെയുള്ള ഒരു പോയിന്റാണ്. പിന്നെ വരുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ.
നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു തലം ഇതാണ്. മറ്റുള്ളവർ ഓക്കെ അല്ലാത്ത അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, രണ്ടുപേരും ഓക്കെ അല്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഈ പൊസിഷൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ഓക്കെ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളും ആ ഓക്കെ അല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം. ഇതാണ് പലപ്പോഴും നിരപരാധികളായ കുട്ടികളും അമ്മമാരും ഒക്കെ അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോൾ കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നമ്മൾ അറിയുന്നില്ല, കാരണം അങ്ങനെ ഒരു പൊസിഷൻ ഇത് പലപ്പോഴും ഒരു ഓപ്പൺ അപ്പ് ആകാറ് പോലുമില്ല. ഒരു 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 പർട്ടിക്കുലർ മൊമെന്റിൽ കിട്ടുന്ന സ്പാർക്കിലൂടെ ചെയ്തു പോവുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ആം നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രത്യേകം അനലൈസ് ചെയ്യും. കാരണം നാച്ചുറലി നമ്മളും അങ്ങനെയായി പോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പാർട്ട്നേഴ്സ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ ശരിക്കും സഫറിങ് ചെയ്യും. അപ്പൊ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന പൊസിഷൻ അത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. അവിടെ പറയുന്നത് പൊസിഷൻ ഓഫ് തറോ ഹെൽപ്ലെസ് ആൻഡ് ഡെസ്പയർ. എല്ലാം നെഗറ്റീവാണ്, ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. ഹെൽപ്ലെസ്നെസ്, ഡെസ്പയർ, ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ടു അതേഴ്സ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പോലെയല്ല അവര് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യും. നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവിടെ നിൽക്കുന്ന റിപ്ലൈ വളരെ നെഗറ്റീവ്. ക്രിട്ടിക്കൽ ടു അതേഴ്സ്, ആദ്യം പറഞ്ഞത് തന്നെ ക്രിട്ടിക്കലാണ്. ക്രിട്ടിക്കൽ എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ ബ്ലെയിമാണ്, നിങ്ങളാണ് ഇതിന് കാരണക്കാർ എന്നായിരിക്കും നമ്മളോട് പറയുന്നത്. ബ്ലെയിമിങ് ആണ്, കംപ്ലൈനിങ്, ഡൗട്ട് അതേഴ്സ്, മറ്റുള്ളവരെ സംശയിക്കുക, ഇറിറ്റബിൾ ആൻഡ് സ്കെപ്റ്റിയൽ. ഇറിറ്റബിൾ നേച്ചറാണ്, കാരണം അവരുടെ മെന്റൽ സ്ഥിതി അതാണ്, എപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇറിറ്റബിൾ ആൻഡ് സ്കെപ്റ്റിയൽ. അതുപോലെ ഇംപേഷ്യൻസ് വിത്ത് അതേഴ്സ് മിസ്റ്റേക്സ്, ഓഫൺ അൺഫ്രണ്ട്ലി. ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നില്ല, എപ്പോഴും അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോലും ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ വെള്ളക്കെട്ടിലേക്ക് വീണു പോകുന്ന ആളെ അല്ലെങ്കിൽ ഒഴുക്കിൽ നീർന്നു പോകുന്ന ആളെ പിടിക്കാൻ ശ്രമിക്കുക, നമ്മൾ ഉൾപ്പെടെ അകത്തേക്ക് വീണു പോകും എന്ന് പറയുന്ന പോലെ ഒരു അൺഫ്രണ്ട്ലി നേച്ചറിലേക്ക് പോലെ ഒരു ബിറ്റർനെസ്. രണ്ടുപേർക്കും ബിറ്റർനെസ് ആയിരിക്കും. ആരുമൊക്കെ ഡീൽ ചെയ്യുന്ന അവർക്കൊക്കെ ബിറ്റർനെസ് ഉണ്ടാകും. കോൾഡ് ആൻഡ് അൺഫീലിംഗ്, ഫ്രീക്വന്റ്ലി ആംഗിൾ. അപ്പൊ ഇവിടെ എല്ലാം ഒരു ബേസിക് നേച്ചറാണ് ഈ സ്വഭാവം. ഇതെല്ലാമാണ് ഈ 4 തരത്തിലുള്ള ആളുകളുടെ ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്സ്. ഇനി യഥാർത്ഥത്തില് ആരാണ് ഈ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ഈ പൊസിഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്? ആരാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മളുടെ ജനനത്തിൽ അല്ലെ, ന്യൂ ബോൺ, നമ്മുടെ ജനനത്തിൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ജനിക്കുമ്പോഴേ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ വേണമെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയാം. കാരണം സൃഷ്ടി ദൈവത്തിന്റെയാണ്, ദൈവത്തിന്റെ സൃഷ്ടിക്ക് ഒരു കുറവും വരാൻ സാധ്യതയില്ല. നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അല്ലെങ്കിൽ നമ്മൾ എന്താ പിതൃത്വം അല്ലെങ്കിൽ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇഷ്യൂസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ന്യൂ ബോൺ എന്ന് പറയുന്ന അവസ്ഥ ഐ എം ഓക്കെ, യു ആർ ഓക്കെ. അപ്പൊ നമ്മളിപ്പം നമ്മളങ്ങനെ ആയതാണ് അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ ആക്കിയതാണ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആയതാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റ്. അപ്പൊ നമ്മള് പെർഫെക്റ്റ് സിറ്റുവേഷനിലായിരുന്നു, പക്ഷെ ഇപ്പോൾ പതുക്കെ പതുക്കെ മാറി. അപ്പൊ അതിന് റിക്ബേണിന്റെ രീതിയിൽ പറയുവാണെങ്കിൽ ഡിസിഷൻ ഓർ റൈറ്റ് പൊസിഷൻ, നമ്മളുടെ തീരുമാനങ്ങൾ ഇതെന്ന് പറയുന്നത് early decisions come first and then life position adopted to justify them. അപ്പൊ ഡിസിഷൻസ് നേരത്തെ എടുക്കുന്നുണ്ട്, അതിന് തക്ക രീതിയിലുള്ള ലൈഫ് പൊസിഷനിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടുകയും. എന്നുവെച്ചാൽ കുട്ടിക്കാലങ്ങളിൽ തന്നെ പലപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ബിഹേവിയർ പഠിക്കുമ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് എന്താണെന്ന് വളരെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഡിസൈൻഡ് ആണ്. ആ ഡിസിഷൻസ് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട്, ഏർലി ഡിസിഷൻ. പക്ഷെ ആ ഏർലി ഡിസിഷനിലേക്ക് നമ്മളെ ഈ ലൈഫ് പൊസിഷനിൽ അഡോപ്റ്റഡ് ആകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ അഡോപ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് പൊസിഷൻ നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു ജസ്റ്റിഫിക്കേഷൻ മാത്രമാണ്, പക്ഷെ അതിൽ നമുക്ക് മാറാൻ പറ്റും. അപ്പൊ ഏതായിരുന്നു നമ്മുടെ ഡിസിഷൻ, റോങ് ഡിസിഷൻ, എന്തായിരുന്നു നമ്മുടെ ലൈഫ് പൊസിഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലൗഡ് സ്റ്റെയ്നർ ട്രാൻസാക്ഷൻ അനാലിസിന്റെ മറ്റൊരു കോ വർക്കറാണ്. അദ്ദേഹത്തിനെ പറയുന്നത് ലൈഫ് പൊസിഷൻ ഈസ് അഡാപ്റ്റഡ് മച്ച് ഏർലിയർ. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഡിസിഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റീവ് ബിഹേവിയറിനോട് കൂടി തന്നെ ഈ ലൈഫ് പൊസിഷൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈഫ് പൊസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇവിടെയാണ് ആ സ്ക്രിപ്റ്റീവ് ബിഹേവിയറിന്റെ പ്രത്യേകത. അത്രമാത്രം ആങ്കറിങ് ആണ്, അത്രമാത്രം നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു തലമാണ് ഈ രീതിയിലൂടെ പോകുന്നത്. ഇനി അതിന് മറ്റൊരു തലവും കൂടെ പറയുന്നുണ്ട്, ക്യാരക്ടർ ലൈഫ് പൊസിഷൻ എന്ന് പറയും. നമ്മളെ ചേഞ്ച് ചെയ്യുന്ന ക്യാരക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 31 ഡേയ്സിൽ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. പല ഹാബിറ്റ്സും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഒരു ക്യാരക്ടർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ക്യാരക്ടർ ലൈഫ് പൊസിഷനിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ പ്രശ്നം എവിടെയാണ്? പലപ്പോഴും നമ്മുടെ മരങ്ങൾ കാണുന്ന പോലെയാണ്, മരത്തിന്റെ ആകൃതി, അതിന്റെ വലിപ്പവും പച്ചപ്പും കണ്ട നല്ല ഭംഗിയായിരിക്കും. പക്ഷെ റൂട്ടിന്റെ സ്ട്രെങ്ത്, റൂട്ട് ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പൊ ആ റൂട്ട് ലെവലാണ് പലപ്പോഴും, അല്ലെങ്കിൽ ബിലീഫ് പൊസിഷനാണ് പലപ്പോഴും നമ്മുടെ ക്യാരക്ടർ ലൈഫ് പൊസിഷനെ നോക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് ചേഞ്ച് ചെയ്യേണ്ടത് റൂട്ട് ലെവലാണ്. റൂട്ടില്ലെങ്കിൽ നമുക്കറിയാം, ചെടികൾ കുഴിച്ചു വെക്കുമ്പോൾ ചെടിയുടെ ചോട്ടിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും വേര് വളരത്തില്ല. ചിലപ്പോൾ മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കാവും. കാരണം വേര് വളരാനുള്ള സാധ്യതയില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം എപ്പോഴും നമുക്കിങ്ങനെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയും അത് തന്നെയാണ്. നമ്മൾ കുട്ടികളൊക്കെ വളർത്തുമ്പോഴും കുട്ടികൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് നേച്ചർ ആ കുട്ടിക്കാലത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ട്രബിൾഡ് ആയിപ്പോകും. സോ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഈ ലൈഫ് പൊസിഷൻ, അല്ലെങ്കിൽ ലൈഫ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുള്ളത്. കേട്ട് കാണും, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു പുതിയ ശാസ്ത്ര ശാഖയുണ്ട്. സൈക്കോളജിയിലെ വളരെ പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ്. നമ്മൾ പൊതുവെ സൈക്കോളജി പഠിക്കുന്നത് പ്രശ്നമുള്ളവർക്കാണെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പ്രശ്നവും ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും ദുരിതവും ഒക്കെ ഉള്ളവര് നമ്മൾ അറിയാതെ തന്നെ സൈക്കോളജി പഠിച്ചു പോകും. അങ്ങനെയാണ് നമ്മളൊക്കെ അധികം ഇങ്ങനെ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ സ്ക്രിപ്റ്റീവ് ബിഹേവിയർ ആകാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഡിസിഷൻസിന്റെ പ്രോബ്ലം ആയിരിക്കാം. പക്ഷെ ഇതിനെ മറികടക്കാൻ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു തലമാണ്. ഇതൊരു പുതിയ ശാസ്ത്രശാഖയാണ്. 2021 വളരെ പോസിറ്റീവായിട്ടുള്ള പുതിയ തോട്ട്സുകളുണ്ട്. എങ്ങനെ ബി ഹാപ്പി, എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പുതിയ സൈക്കോളജിയുടെ ഒരു തലമാണ് പോസിറ്റീവ് സൈക്കോളജി. ഇതിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യണം. അതിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് ഞാനിതൊന്ന് പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ലൈഫ് പൊസിഷനിലേക്ക് കടന്നു വരാം. ഇതാണ് പോസിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പൊസിഷൻ ഐ ആം ഓക്കെ യു ആർ ഓക്കെ പൊസിഷനിലേക്ക് കൊണ്ട് ചെല്ലണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഭാഗമാണ്. പ്ലഷർ ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. പ്ലഷർ എന്ന് പറഞ്ഞാൽ നോക്കി, നമ്മളുടെയൊക്കെ പ്രശ്നം നോക്കിക്കോളൂ. പ്ലഷർ എന്ന് പറഞ്ഞാൽ വർക്ക് ഓൺ സെൻസ് ആൻഡ് ഇമോഷൻ. നമ്മുടെ സെൻസ് ഓർഗൻസ് കിട്ടുന്ന അതേ ഇൻഫർമേഷൻ ഇമോഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു തലമാണ് പ്ലഷർ. പ്ലഷർ എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണെന്ന് വിചാരിച്ചു. ഹാപ്പിനെസ് ഇല്ലാത്ത അവസ്ഥ നെഗറ്റീവാണ്. അപ്പൊ ഇവിടെ ഇമോഷനും ഈ സെൻസ് ഓർഗൻസ് നിന്ന് കിട്ടുന്ന, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഡിലീഷൻ, ഡിസ്റ്റോർഷൻ, അതുപോലെ തന്നെ ജനറലൈസേഷൻ എന്ന് പറയുന്ന തലത്തിലൂടെ കടന്നു വന്നിട്ട് റിയാലിറ്റിയിൽ നിന്ന് ഒത്തിരിയും ചേഞ്ച് ആയിട്ട്, ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, അത് ഇമോഷനും ഫീലിങ്സുമായിട്ട് മിക്സ്ഡപ്പ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മളിപ്പോൾ നയിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് പ്ലഷർ എന്നാണ്, പ്ലഷർ ഏരിയ എന്നാണ്. പ്ലഷർ ആൻഡ് പെയിൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. 2 ഇമോഷൻ നമ്മൾ പറയുമ്പോൾ പ്ലഷർ ആൻഡ് പെയിൻ എന്നാണ് പറയുന്നത്. പ്ലഷർ ഇല്ലെങ്കിൽ പെയിൻ ആണ്. അപ്പൊ ഈ പ്ലഷറിന്റെ ഏരിയ സെൻസ് ആൻഡ് ഇമോഷൻസിനെ ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മളെ പ്രശ്നത്തിലാക്കുന്ന ഒരു ഏരിയയാണ്. ഇനി എന്താണ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഗ്രാറ്റിഫിക്കേഷൻ അർത്ഥം തന്നെ വ്യത്യാസമാണ്. വർക്ക്സ് ഓൺ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ്. നമ്മുടെ കപ്പാസിറ്റിയിലാണ് നിൽക്കുന്നത്. സ്ട്രെങ്ത്, നമ്മളുടെ പോസിറ്റീവ്നെസ്, നമ്മുടെ വെർച്യൂസ് എന്തൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ളത്, റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളത്. നമ്മുടെ അടിസ്ഥാനം, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അടിസ്ഥാനം. വെർച്യൂ എന്ന് പറഞ്ഞാൽ തന്നെ മോറൽ വാല്യൂസ്. നമ്മുടെ മോറൽ വാല്യൂസും സ്ട്രെങ്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലൈഫിനാണ് നമ്മൾ ഗ്രാറ്റിഫിക്കേഷൻ. ഈ വാക്ക് പൊതുവെ നമ്മൾ അത്ര യൂസ് ചെയ്തതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു വാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത് സ്ട്രെങ്തിനെയും നമ്മുടെ മോറൽ വാല്യൂസിനെയും ബേസ് ചെയ്ത് മുന്നോട്ട് ജീവിക്കാനുള്ള നമ്മുടെ ഒരു ത്വരയാണ്, ഒരു അലൈൻമെന്റ് ആണ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ബേസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ലൈഫ് പൊസിഷൻ പോസിറ്റീവ്, അല്ലെങ്കിൽ ഐ ആം ഓക്കെ യു ആർ ഓക്കെ ലൈഫ് പൊസിഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ മോറൽ വാല്യൂസിനെയും ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബിലീഫ്സിനെ ഒന്നും കൂടെ റീസെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസിനെ ഓവർ റൈഡ് ചെയ്യണം.
അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റ് ബിഹേവിയറിനെയൊക്കെ മാറ്റി എഴുതണം. നമ്മുടെ റൂട്ടിനൊക്കെ കൂടുതൽ പവർഫുൾ ആക്കണം. വെള്ളമൊക്കെ ഇച്ചിരി അകത്തി ഒഴിച്ചു കൊടുക്കണം. വെള്ളമകത്തി ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കൂടുതൽ അവയർനെസ്സിലേക്ക് വരണം, കൂടുതൽ ലേണിംഗ് തലം വേണം. അപ്പോൾ കാര്യങ്ങളെ കൂടുതൽ അപഗ്രഥിച്ച് മനസ്സിലാക്കി എല്ലാം നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റും. അല്ലെ, നമുക്ക് നെഗറ്റിവിറ്റി ഇല്ല, ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പാർട്ട് ഓഫ് മൈ സ്ട്രെങ്ത് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയാൽ, അല്ലെങ്കിൽ മോറൽ സൈഡ്, എത്തിക്കൽ സൈഡിനെ കൂടുതൽ ബലപ്പെടുത്തിയാൽ, പ്രിൻസിപ്പിൾസിനെയും വാല്യൂസിനെയും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവിടെ ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം നമ്മൾ പ്ലഷർ ഏരിയയിൽ നിന്ന്, പ്ലഷറും പെയിനുമാണ് നമുക്കുള്ളത്, പെയിൻ നമ്മൾ വിട്ടു, പ്ലഷറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയാണ്. പോസിറ്റീവ് സൈക്കോളജി നിൽക്കുമ്പോൾ പ്ലഷർ അല്ല നോക്കേണ്ടത്, ഗ്രാറ്റിഫിക്കേഷൻ. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് അവർ മോറൽ വാല്യൂസ്. സോ ഓൾ ഇമോഷൻസ് റീപ്ലേസ്ഡ് ബൈ കോൺഷ്യസ്നെസ് ഓഫ്. അപ്പൊ ശരി അല്ലെങ്കിൽ ട്രൂത്തിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നത്. ഇമോഷൻസ് തോട്ടാണ് കൊണ്ടുവരുന്നത്, ശരിയാണ്, തോട്ട്സ് തന്നെയാണ് മാറ്റേണ്ടത്. പക്ഷേ നമ്മുടെ ഇഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ അതിനോട് അനുകൂലിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമോഷനുമായിട്ട് കണക്റ്റഡ്, ബൈൻഡഡ് ആണ്. അപ്പൊ ഈ ബൈൻഡപ്പിനെയാണ് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുക. ഇമോഷൻസിന്റെ പവറിനെ മാറ്റിയിട്ട് സെൻസിന്റെ പവറിനെ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ടെറിട്ടറിയും മാപ്പും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ടെറിട്ടറിയിൽ നിൽക്കുക, മാപ്പിലേക്ക് പോകാതെ കൂടുതൽ അവയർനെസ്സിൽ, കൂടുതൽ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എല്ലാ ഇമോഷൻസിനെയും നമ്മൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ട്രൂത്തിലേക്ക് മാറ്റുക. അപ്പൊ നമ്മുടെ പ്ലസന്റ് ലൈഫ് എന്ന് പറയും ഒരു ഗുഡ് ലൈഫ് എന്നുള്ള തലത്തിലേക്ക് പോകും. പ്ലസന്റ് ലൈഫ് എന്ന് വെച്ചാൽ ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ തലത്തിലാകാം, ഐ എം ഓക്കെ, യു ആർ ഓക്കെ തലത്തിലുമാകാം. പക്ഷെ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഒരുപോലെയാണ്. എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒരേപോലെ പോസിറ്റീവായിട്ട് പോകാൻ പറ്റുന്ന ഒരു തലമാണെങ്കിൽ അതിന് നമ്മൾ ഗുഡ് ലൈഫ് എന്ന് പറയും. എന്നുവെച്ചാൽ എനിക്ക് ഗുണമാണ്, മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷകരവുമല്ല, പകരം അത് ഗുണകരവും. അങ്ങനെ ഒരു തലത്തിലേക്ക് മാറും. സോ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന തലം, പ്ലഷറിന് പകരം ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയുടെ വക്താക്കളാക്കി മാറും. ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട ലൈഫ് പൊസിഷനിലെ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന പൊസിഷന്റെ തലം. അപ്പൊ ഈ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ കറക്റ്റ് നമ്മുടെ ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാം. പക്ഷെ ഇത് മറ്റാരെ കൊണ്ടും നമ്മളങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരാൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ പലപ്പോഴും അവർ അറിയത്തുള്ളൂ. സോ അത് നമ്മുടെ റോളാണ്. പക്ഷെ തെറ്റിനെ ഓവർ റൈഡ് ചെയ്ത് പോകാതെ അല്ലെങ്കിൽ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണാതെ തെറ്റ് തെറ്റാണെന്നും നിങ്ങൾക്ക് മാറ്റാമെങ്കിൽ മാറ്റാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് തന്നെ അത് ഓവർകം ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ കോടതി ഭാഷയാണെങ്കിൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, ഞാൻ പറയുന്നത് സത്യമാണ്, ഈ സത്യം പറയാനുള്ള ഒരു വ്യഗ്രത നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ എം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന ആ പൊസിഷനിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ചേഞ്ച് നമ്മളിലാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവർ അത്ര ഈസിയസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, തീർച്ചയായിട്ടും വന്നിരിക്കാം, എങ്കിൽ പോലും നമുക്കത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മളിങ്ങനെ പറയത്തില്ലേ, നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി 100% ഏറ്റെടുക്കും. അപ്പൊ തന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് പൊസിഷനിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് പൊസിഷൻ എത്തിക്കാം. ഞാനൊരു 8 സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഏത് ലൈഫ് പൊസിഷൻ ആണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് വിലയിരുത്താം. ആർക്കെങ്കിലും 2 മിനിറ്റ് പറയണമെങ്കിൽ പറയാം. അതായത് ഐ ആം ദ ഡയറക്ടർ ഓഫ് മൈ ലൈഫ്. ഏത് ലൈഫ് പൊസിഷൻ ആയിരിക്കും? ഐ ആം ദ ഡയറക്ടർ ഓഫ് മൈ ലൈഫ്. I am okay. I am okay, you are okay. You are okay. കാരണം ഞാൻ എൻ്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളും ശരിയാകട്ടെ. ഐ ആം ഓക്കെ, അതായിരിക്കും. ഗീവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ് ഓഫ് റിട്ടേൺ. I am okay, you are not okay. അങ്ങനെയാണോ? ഗീവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ് ഓഫ് റിട്ടേൺ. എനിക്ക് തിരിച്ചൊന്നും വേണ്ട എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നൽകുക. I am okay, you are not okay. അല്ല, അങ്ങനെയാണോ? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ പൊസിഷൻ തന്നെയാണത്. അതെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ ആണ്. മറ്റുള്ളവരും അവരെടുക്കുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കുക. അവരെ അക്സെപ്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കോട്ടെ, അതൊരു പ്രോബ്ലം അല്ല. സോ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ തന്നെയാണ്. ഐ ആം ബ്രോക്കൺ. എന്താണത്? ഐ ആം ബ്രോക്കൺ.
ഐ ആം നോട്ട് ഓക്കെ. പുവർ മീ സെയിം. പുവർ മീ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. Okay, you are okay. ഐ ആം I am റൈറ്റ്. not okay. ഐ ആം റൈറ്റ്. I am okay. I am I am okay. okay. You are not okay. You are not okay. I am okay. You are not okay. You are a fraud. You are a fraud. I am okay. You are not. I am okay. You are not okay. ഇനി ലാസ്റ്റ് നോക്കൂ. ഐ വിൽ സേവ് യു. ഐ വിൽ സേവ് യു. I am okay. You are not okay. You are not okay. ഇവിടെയാണ് I am not okay. You are not okay. ഇതാണ് നമ്മള് മാവുങ്കലിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇങ്ങനെയാ പലരും നമ്മളോട് പറഞ്ഞത് ഐ വിൽ സേവ് യു എന്ന് പറഞ്ഞിട്ടാണ് പല ജീവിത സാഹചര്യങ്ങളും നമ്മളെ കൊണ്ടാക്കുന്നത്. I am okay. You are not okay. അതുകൊണ്ടാണല്ലോ സേവ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെയാണ് നമ്മൾ നോക്കണം. ഐ വിൽ സേവ് യു എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നമ്മൾ അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ സേവ് ചെയ്യാൻ കൊടുക്കരുത് നമ്മളെ. അവിടെ പലപ്പോഴും ഐ ആം ഓക്കെ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തിയ ഒത്തിരി ആളുകളുടെ പേര് നമുക്ക് പറയാം. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മോഹന വാഗ്ദാനമാണ് ഐ വിൽ സേവ് യു. പക്ഷെ നമ്മൾ കുളത്തിൽ ചാടുന്ന ഒരു സാധ്യത കൂടുതലുണ്ട്. ഇവിടെയാണ് മലയാളികളുടെ ഒരു പ്രത്യേകത. സാബു സാറേ, that's a game ആണല്ലേ? ഇല്ല, ഗെയിം അല്ല, ഞാനൊരു ചോദിച്ചത് മാത്രം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിച്ചു. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തലം അതാണ്. ഐ വിൽ സേവ് യു എന്ന് പറയുമ്പോൾ നേരെ എന്നാ എന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്തവരൊക്കെ ഇപ്പൊ കുടുങ്ങിയിട്ടുമുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് നമ്മൾ അവയർനെസ്. ഐ വിൽ സേവ് യു എന്ന് പറഞ്ഞാൽ വിത്ത് കണ്ടീഷൻസ് നമ്മൾ നോക്കണം. എന്തിനാണ് അങ്ങനെ ഫ്രീ ആയിട്ട് സേവ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ അത് ശ്രദ്ധയോടെ ചെയ്യണം. ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. നമ്മളൊരു ബിസിനസ്സിൽ കൊണ്ടുപോകും, കൂടെ കൂട്ടും, അവസാനം നമ്മുടെ കയ്യിരിക്കുന്ന എല്ലാം കൊണ്ടുപോയി അവർ രക്ഷപ്പെടും. ഇതൊരു എക്സാമ്പിൾസ് പറയാം അല്ലെ? അല്ലാത്ത ആളുകളും കാണും. അതാണ് സാർ അവയർനെസ് തലം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട തലമാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് തലം ഞാൻ നോക്കുന്നില്ല. ഐ വിൽ സേവ് യു പറഞ്ഞിട്ട് സേവ് ചെയ്യാൻ ചെയ്തോട്ടെ, ചെയ്തില്ലെങ്കിലോ? അതാണ് ചോദ്യം. അവിടെയാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ഐ വിൽ സേവ് യു എന്ന് പറയുന്നത്. അത്ര ഈസി ആയിട്ട് നമ്മൾ വഴങ്ങരുത്. അങ്ങനെ വഴങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ മലയാളികത്ത് നാണം കെട്ട ആൾക്കാരായി മാറുന്നത്. ഓക്കെ, ഗീവ് പെർമിഷൻ ടു ഫെയിൽ. I am not okay. ഐ എം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. പെർമിഷൻ ടു ഫെയിൽ ആണ്. I am not okay. You are not okay. യു ആർ നോട്ട് ഓക്കെ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ I am not okay. You are not okay. യെസ്. അപ്പൊ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം. കറക്റ്റ് 8 മണിക്ക് എനിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 55 ആകുമ്പോൾ എനിക്ക് പോകണം. പറഞ്ഞോളൂ. ഇന്നലെ തോമസ് സാർ പഠിപ്പിച്ച പോലെ 45 മിനിറ്റ് ക്ലാസ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 45 മിനിറ്റ് ആക്കി. സാബു സാറേ, it is a really a scholastic analysis ആണ് കേട്ടോ. താങ്ക് യു സർ. Scholastic analysis. ഞാൻ യാത്രയിലാണ്, അതുകൊണ്ടാണ്. I must really appreciate you. കാരണം വെച്ച് കഴിഞ്ഞാല് കണ്ടത്തിലച്ഛനും മറ്റേ അവിടെയുള്ള ഈ ടിഎയിലുള്ള ആൾക്കാരൊന്നും കാണാത്ത കാര്യങ്ങളാണ് സാറ് അനാലിസിസിലൂടെ കൊണ്ടുവന്നത്. അതെ. തീയെ പല രീതിയിലുണ്ട്. ഈവൻ സെബാസ്റ്റ്യൻ സാർ പോലും കാണാത്ത കാര്യങ്ങളാണ് സാബു സാർ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. സാർ അത് കുഴപ്പമില്ല സാർ. ഇതൊക്കെ നമ്മളുടെ ഓരോ സാഹചര്യങ്ങൾ. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാം. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അല്ല, തീയെ തന്നെ പല രീതിയിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി സാറിന്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഞാൻ അതിനെ ഒന്ന് വലുതാക്കി മാത്രമുള്ള ഇന്നത്തെ ദിവസത്തിൽ. പ്രധാനപ്പെട്ട കാര്യമില്ല. പറയൂ സാർ. സാറേ, ഏഴാമത്തത് ഐ വിൽ സേവ് യു എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? ഐ വിൽ സേവ് യു എന്ന് പറയുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞൂടെ? എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഐ ആം ഓക്കെ സ്റ്റേജിലേക്ക് നമുക്ക് വരാൻ പറ്റും. യു ആർ നോട്ട് ഓക്കെ. ശരിയാണ് സാർ, അത് തെറ്റൊന്നുമില്ല. പക്ഷേ സാഹചര്യം ഇപ്പൊ ഞാനാണ് ഇത് വിലയിരുത്തുന്നത്. ഐ വിൽ സേവ് യു എന്ന് ഒരാൾ പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തി എന്ത് തീരുമാനം എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഐ വിൽ സേവ് യു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഈ സേവ് ആരെയാണോ സേവ് ചെയ്യേണ്ടത് ആ വ്യക്തി അതിനെ എങ്ങനെ എടുക്കണം? ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് എന്നാണ് പറഞ്ഞത്. ശരിയാ, രണ്ടും നടക്കാം, രണ്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് കുഴപ്പമില്ല, പോസിറ്റീവ് ഓക്കെയാണ്. വളരെ ചുരുക്കമാണ് എനിക്ക് അങ്ങനെ ചാൻസ് കിട്ടിയിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന ആളുകൾ പറയുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മള് അയാൾക്ക് നിന്ന് കൊടുത്തില്ല, ഞാൻ അയാളെ മിസ്ട്രസ്റ്റ് ചെയ്തു എന്ന് പറയാം. തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ നമ്മളുടെ ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ എടുക്കേണ്ടത് ആരെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി സ്വല്പം ശ്രദ്ധിക്കണം എന്നുള്ളൊരു തലത്തിലാണ് ഞാൻ പറഞ്ഞത്.
അപ്പൊ സാർ ഈയിടെ ഒരു കേസ്, അതായത് നമ്മുടെ ആന്ധ്രയിലെ സിനിമാന്തരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തു. ഈ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തത് ആൾക്കാർക്ക് പുള്ളിയോടുള്ള ആ ഒരു വലിയ ഫാൻസ് ഉണ്ടായിരുന്നവര് ചിലര് ആത്മഹത്യ ചെയ്തിട്ട് അവരുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്തു. ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് ഓർഗൻ ഡൊണേറ്റ് ചെയ്തവരുടെ ലൈഫ് പൊസിഷൻ എന്തായിരിക്കും സാറേ? സാർ അത് ഇപ്പൊ രണ്ട് തരത്തിൽ ചിന്തിക്കാം. നമ്മൾ നോക്കുമ്പോൾ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അയാളെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മൾ പറയാം, നമ്മളിപ്പോ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് നോക്കി ഒരു ഓർഗൻ ഡൊണേറ്റ്, ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു മനുഷ്യന്റെ പുണ്യമില്ല. ഇല്ല. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ മോശക്കാരായി മാറും, ഒരു മിടുക്കരായി മാറും. കാരണം നമ്മൾ ലൈഫിന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. പക്ഷെ അവര് ജീവിതം അങ്ങനെയാണ്. ഈ ബ്ലഡ് ഓരോ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നവരെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ നിസ്സാരനായി പോകും. ദൈവവും അല്ല, പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇത് മറ്റേ പുള്ളിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു അന്ധമായ ഒരു പിന്നെ എന്താ പറയാ ബഹുമാനോ അല്ലെങ്കിൽ ആരാധനയോ ഒക്കെ മൂത്ത് ചെയ്തൊരു കാര്യമാണ്. അല്ല, അത് നയിക്കുന്ന ആ ആരാധന നയിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് വർക്കിലേക്കാണ് മാറുന്നത്. റീസൺസ് ആണ്. ഇപ്പൊ നമ്മള് ചിറമേലച്ഛൻ എന്തിനാണ് കിഡ്നി കൊടുത്തത്? എന്തിനാണ് കിഡ്നി? അച്ഛന് വല്ല കാര്യമുണ്ട്. അപ്പൊ അച്ഛന്റെ ആ ഒരു തലം എങ്ങനെയോ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ പറഞ്ഞ ആളുടെ ഇൻസ്പിറേഷനിൽ എനിക്കൊരു കിഡ്നി മതി എന്ന് ഫീൽ ചെയ്യുന്ന ഒരു തലത്തിൽ അദ്ദേഹത്തിന് കിഡ്നി കൊടുത്തു. വളരെ പോസിറ്റീവാണ്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി കണ്ടത് ഈ കക്ഷി ഡൊണേറ്റ് ചെയ്തതിന് പോലെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മരിച്ച് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ അതിനെ നമ്മളൊരു ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീ ഡൊണേറ്റ് ചെയ്തപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് ഫ്രൂട്ട്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ ചോദിച്ചത് അതല്ല, ഈ 4 പൊസിഷനിൽ എവിടെ വരുമെന്ന് അറിയാൻ ആ ഒരു അവസ്ഥ. അത് സത്യം പറഞ്ഞാൽ ഏത് വരും? അതൊരു ചോദ്യമാണ്, ഭയങ്കര ഒരു ചോദ്യമാണ്. ചുമ്മാ ഒരു അഭിപ്രായം പറയട്ടെ സാറേ. പറയും. ജോബി സാറിന്റെ ചോദ്യത്തില് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മ നിർവൃതി നേടിയ ഈ ലോകത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ഇത്. അയാൾ അയാമൊക്കെ യു ആർ ഓക്കെ പൊസിഷനിലാണ് ചെയ്തത്. ആ ബോസിനെ അനുകരിച്ചു. അയാളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു നേട്ടം നേടാനില്ല. ആ ഒരു അവസ്ഥ കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ കാണാൻ ഇല്ല. അങ്ങനെ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ അങ്ങനെ കണ്ടേ പറ്റും. കാരണം നമ്മളുടെ ലൈഫിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അയാളുടെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി ഒരു മോഡലിംഗിലൂടെ അദ്ദേഹം നിറവേറ്റുവാണ്. അല്ല, ഇത് കാഴ്ചപ്പാടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സാധ്യത സാബു സാർ പറഞ്ഞു, വേറൊരാൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആക്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരെ കാഴ്ചപ്പാടനുസരിച്ച് അത് മാറും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, കാഴ്ചപ്പാടനുസരിച്ച് മാറും. ആ കാഴ്ചപ്പാടാണ് നമ്മുടെ പ്രശ്നം. അതിനകത്ത് തർക്കമില്ല. ഓക്കെ, വേറെ എന്തുണ്ട്? വേറെ ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു മിനിറ്റ്, ആ ഗ്രാറ്റിഫിക്കേഷനും ഗുഡ് ലൈഫും തമ്മിൽ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഗുഡ് ലൈഫ്. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാറ് നമ്മുടെ സ്ട്രെങ്തും വെർച്യൂ ആണ് കൗണ്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂ. നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂ. സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പറയാലോ നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ റിസോഴ്സ്. വെർച്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മോറൽ എത്തിക്സ് ആണ്. ഓക്കെ. ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ സെൻസ് ആൻഡ് ഇമോഷൻസ് ആണ്. ഓക്കെ. ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ എനിക്കും മറ്റുള്ളവർക്കും ഗുണകരമായ ഒരു സ്റ്റേജ്. പ്ലസന്റ് ലൈഫ് എന്ന് വെച്ചാൽ എന്റെ ലൈഫാണ്. ഞാൻ പ്ലസന്റ് എന്നല്ലേ പറയൂ. മറ്റുള്ളവർ പ്ലസന്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പ്ലസന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്ലഷർ എന്നൊക്കെ പറയുന്നത്, പ്ലഷർ ആൻഡ് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പേഴ്സണലൈസേഷൻ, അതിനെ ഗുഡ് ലൈഫിലേക്ക് മാറ്റും. ഞാൻ സാറിന് ചോദിച്ചത് ഈ ഗുഡ് ലൈഫും ഗ്രാറ്റിഫിക്കേഷനും ഉദ്ദേശിക്കുന്നത് ഒന്നാണോ എന്ന് അതല്ലല്ലേ? അല്ലല്ല, അത് തിരിക്കണം, രണ്ടാക്കണം. ഗുഡ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയുന്ന പോസിറ്റീവ് സൈക്കോളജിയുടെ പാർട്ടായിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ലീഡ് ചെയ്യുന്നത് പ്ലസന്റ് ലൈഫാണ്. പ്ലസന്റ് ലൈഫിൽ നമ്മൾ പ്ലഷറാണ് അനുഭവിക്കുന്നതെങ്കിൽ പ്ലഷർ ലൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പെയിനാന്ന് പറയും. ഗ്രാറ്റിഫിക്കേഷൻ ആണ് എങ്കിൽ നമ്മുടെ സ്ട്രെങ്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അവിടെ മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്തിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തലത്തിലേക്ക് കണ്ടത്. അപ്പൊ ഇമോഷൻസ് മാറി അവിടെ കോൺഷ്യസ്നെസ് ട്രൂത്തിലേക്ക് വരും. മാപ്പ് യൂസ് ചെയ്യത്തില്ല, ഒറിജിനൽ റിയാലിറ്റി. അപ്പൊ അതിനുവേണ്ടി കുറെ പെയിൻ എടുക്കണം, കുറെ പെയിൻ കൂടെ കിടന്നു. അപ്പൊ നമ്മളിപ്പം അച്ഛന്റെ കാര്യം പറഞ്ഞില്ലേ, അച്ഛന്റെ കേസ് അതാണ്, ആ പെയിനാണത്.
കാരണം ആ പെയിൻ എടുക്കുമ്പോഴും എനിക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പോകാൻ സാധിക്കും. ഗുഡ്, താങ്ക് യു സാർ, താങ്ക് യു. ഹലോ, വരൂ. അപ്പൊ സാറേ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സാറേ. തോമസ് സാറിന്റെയാണ് മോർഗേജ് ലോണിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.